ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ച് വന്നതാണ്. അപ്പോൾ എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. ആദ്യം എൻ്റെ കയ്യിലുള്ള പെയിൻറ്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. വളരെ കുറച്ച് മാത്രമേ കയ്യിലുള്ളൂ, അപ്പോൾ ഉള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം. കാണുന്ന അത്ര അക്രിലിക് കളറുകളാണ് കയ്യിലുള്ളത്. ഇതെല്ലാം ഓരോന്ന് കളർ സെലക്ട് ചെയ്ത് വാങ്ങിയതാണ്. അതുകൂടാതെ ക്യാമലിൻ്റെ ഒരു സെറ്റും കയ്യിലുണ്ട്. ഫെവിക്രിലിൻ്റെയും ക്യാമലിൻ്റെയും പെയിൻറ്റുകൾ മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതെല്ലാം 20-25 രൂപ റേഞ്ചിലുള്ള കളറുകളാണ്. അതുകൊണ്ട് ഈ ഒരു ഐറ്റം ഈ അടുത്ത സമയത്ത് വാങ്ങിയതാണ്. ഈ ബോട്ടിലൊക്കെ ഇരിക്കുന്ന പെയിൻറ്റുകൾ ഡ്രൈ ആകുകയാണെന്നുണ്ടെങ്കിൽ ഈ മീഡിയം ഒഴിച്ച് നമുക്ക് ഡൈലൂട്ടാക്കി എടുക്കാം. ഇതിന് 20 രൂപയാണ് വില. പിന്നെ ഈ ഫെവിക്രിലിൻ്റെ ഒരു ഗ്ലാസ് കളർ കിറ്റുണ്ട്. ഇതിനകത്ത് 10 കളറുകളും ഒരു ബ്ലാക്ക് ലൈനറുമാണ് ഉള്ളത്. ഞാൻ ഈ ഗ്ലാസ് കളർ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ഒരു 3D ഔട്ട്ലൈൻ ഇരിപ്പുണ്ട്. ഗ്ലിറ്റർ കളർ 6 എണ്ണം ഉണ്ട്. ഒരു പാക്കറ്റായിട്ട് വാങ്ങിയതാണ്. ഇത് ഞാൻ വളരെ കാലം മുമ്പ് ഉപയോഗിച്ചിരുന്ന കുറച്ച് വാട്ടർ കളറുകളാണ്. പറയാൻ വിട്ടുപോയി, ഇതിനകത്ത് കുറച്ച് മെറ്റാലിക്കും പേൾ കളറുകളും ഉണ്ട്. പിന്നെ ഒരു സ്പ്രേ പെയിൻ്റ് ഉണ്ട്. ഇത് റെഡ് കളറാണ്. പിന്നെ ഈ ഗോൾഡ് മെറ്റാലിക്കിൻ്റെ ഒരു ഇനാമൽ പെയിൻ്റ് അങ്ങ് വാങ്ങി വെച്ചിരിക്കുകയാണ്. ഇതാകുമ്പോഴത്തേക്ക് ഒരുപാട് വർക്കുകൾ ചെയ്യാനായിട്ട് എടുക്കാറുണ്ട്. ഇനി ഗോൾഡ് വെച്ചിട്ട് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുമുണ്ട്. ഇതുകൂടാതെ 1 ലിറ്ററിൻ്റെ വൈറ്റ് ഇനാമൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമൽഷനും 1 ലിറ്ററിൻ്റെ ഇരിപ്പുണ്ട്. ഇത് പിന്നെ ഇനാമൽ പെയിൻറ്റ് ഡൈല്യൂട്ട് ചെയ്യാനും ബ്രഷ് ക്ലീൻ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഇന്നറാണ്. പിന്നെ പല കളറുകളിലുള്ള കുറച്ച് ഇനാമൽ പെയിൻറ്റുകളിലൂടെ ഇരിപ്പുണ്ട്. ഈ വൈറ്റ് എമൽഷനിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ഞാൻ 2 സ്റ്റെയിനർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, യെല്ലോയും റെഡും. പക്ഷേ ഇത് അധികം ഒന്നും ഉപയോഗിച്ചിട്ടില്ല, കാരണം ഇത് അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ ആകെ ഈ ചെടിച്ചട്ടിയിലൊക്കെ പെയിൻ്റ് അടിക്കാൻ മാത്രമായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ ഞാൻ ഈ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ലീക്കിൻ്റെ ഒരു ക്ലിയർ കോട്ട് വാർണിഷ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ്. നേരത്തെ ഇരുന്നത് ഏകദേശം 3/4 ഭാഗത്തോളം ഉണ്ടായിരുന്നു. ഇങ്ങനെയോ ഏറി മൊത്തത്തിലങ്ങ് ഡ്രൈ ആയിപ്പോയി. ഇതുകൂടാതെ എൻ്റെ കയ്യിൽ ഒരു സെറ്റ് പോസ്റ്റർ കളർ ഇരിപ്പുണ്ട്. ഇതിനകത്ത് 12 കളറാണ് ഉള്ളത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇത്രയും ബ്രഷുകളാണ്. ഇത് 10 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ട് വാങ്ങിയതാണ്. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ബ്രഷ്. ഇത് പിന്നെ കഴിഞ്ഞ ദിവസം വാങ്ങിയ ഒരെണ്ണമാണ്. പിന്നെ ഇപ്പോൾ ഇത്രയും ഗ്ലൂകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫെവിക്കോളിൻ്റെ SH തന്നെയാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് വാങ്ങിയതാണ്. പിന്നെ ഫെവിക്കോളിൻ്റെ ഒരു SR ഇരിപ്പുണ്ട്. ഇത് വുഡൊക്കെ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. ഈ ചിരട്ടയിലൊക്കെയുള്ള വർക്കുകൾ ചെയ്യുമ്പോഴത്തേക്കും ഇതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നതാണ് ഈ ഫ്ലഷ് ക്യൂക്ക്. ഇതിപ്പോൾ പുതിയതായിട്ട് വാങ്ങിയതാണ്, അതല്ലാതെ വേറെ ഒരെണ്ണം കൂടി ഇരിപ്പുണ്ട്. പിന്നെ അതൊരു ഫാബ്രിക് ഗ്ലൂ ഉണ്ട്. ഈ ഒരു ട്യൂബ് നേരത്തെ എപ്പോഴും വാങ്ങിയതാണ്. പിന്നെ ഒരു ഫെവി ബോണ്ട് ഇരിപ്പുണ്ട്. പിന്നെ ഒരു അരാളുടെ ഇരിപ്പുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കേണ്ടത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ ആണ്, പിന്നെ അധികം ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. പിന്നെ ഈ ഗ്ലൂ ഗണ്ണിൽ ഉപയോഗിക്കുന്ന ഗ്ലൂ സ്റ്റിക്കുകളാണ്. ഈ ഗ്ലൂ ഗൺ വേറെ ഇരിപ്പുണ്ട്, നമുക്ക് പിന്നീട് കാണാം. അങ്ങനെ മൊത്തം 7 ടൈപ്പ് ഗ്ലൂ ആണ് എൻ്റെ കയ്യിലുള്ളത്. ടേപ്പുകളെന്ന് പറയാൻ ഇത്രയാണുള്ളത്. ഇങ്ങനെ ഒരെണ്ണമുണ്ട്. പിന്നെ ഒരു വൈറ്റ് മാസ്കിൻ ടേപ്പും ഉണ്ട്. 2 ഇൻസുലേഷൻ ടേപ്പും ഉണ്ട്.
ക്ലേ എന്ന് പറയാൻ ഇപ്പോൾ ഈ ഫെവിക്രിലിൻ്റെ ഒരൊറ്റ മോൾഡിറ്റ് മാത്രമേ കയ്യിലുള്ളൂ. ഇപ്പോൾ ക്രാഫ്റ്റ് ഷോപ്പ് പോകാതെ ഒന്നും ഇനിയിപ്പോൾ വാങ്ങാനും പറ്റത്തില്ല. കേക്ക് വരെ ഉപയോഗിക്കാനായിട്ട് വാൽപുട്ടി ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ 2 പാക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് സിമെൻറ്റ് ഇരിപ്പുണ്ട്. പിന്നെ 2 പാക്കറ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസും ഉണ്ട്. ഇതൊക്കെ കൊണ്ട് ക്ലേയുടെ കുറേ നമുക്ക് കുറേയൊക്കെ മാറ്റിയെടുക്കാം. പിന്നെയുള്ളത് മാർക്കറുകളാണ്. ഈ 4 CD മാർക്കറും 2 പെർമനൻറ്റ് മാർക്കറുകളാണുള്ളത്. പെർമനൻറ്റ് മാർക്കർ അത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ലെങ്കിലും CD മാർക്കർ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗം വരുന്നുണ്ട്. നമ്മൾ ഈ ഫ്ലവറുകളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സ്റ്റെമ്മൊക്കെ ചുറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്രീൻ ടേബിളാണ്. അതിൻ്റെ 3 എണ്ണം ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് സാറ്റിൻ റിബൺ ഇരിപ്പുണ്ട്. പിന്നെ ഒരു വൈറ്റ് ത്രെഡ് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സിൽവർ ത്രെഡും ഇരിപ്പുണ്ട്. ഇപ്പോൾ കയ്യിലുള്ളത് ഇത്രയും വോളിയം ത്രെഡുകളാണ്. ഇതിൽ ഈ റെഡിൻ്റെയും ബ്ലാക്കിൻ്റെയും 2 പാക്കറ്റ് അങ്ങ് വാങ്ങി വെച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ 2 വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. പിന്നെ കുറച്ച് ജൂട്ട് ത്രെഡും ഇരിപ്പുണ്ട്. കുറച്ച് ഫെദറുകൾ ഇരിപ്പുണ്ട്. ഞാൻ ഈ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കിയ സമയത്ത് വാങ്ങിയതാണ്. പിന്നെ കുറച്ച് ഫോം ഫ്ലവേഴ്സ് ഇരിപ്പുണ്ട്. ഇതിനകത്താണ് നമ്മുടെ സ്റ്റോൺസും ബീഡ്സും ഒക്കെ വെച്ചിരിക്കുന്നത്. ഇത് കൂടുതൽ ഈ കഥകളി വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതിനകത്ത് കുറച്ച് മിററുകൾ കിടപ്പുണ്ട്. ഇത് ഈ കണ്ണുകളായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബോക്സിലുള്ളത്. ഇതിനകത്ത് കുറച്ച് ഹാഫ് ബീഡ്സുകളാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ച് ബീഡ്സ്. ഇത്രയും ലേസുകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതെല്ലാം ഒന്ന് നിരത്തി വെച്ചാണ്. ഈ ക്രാഫ്റ്റ് ഷോപ്പിൽ പോകുമ്പോഴത്തേക്ക് പല തവണയായിട്ട് വാങ്ങി വെച്ചതാണ് ഇവയൊക്കെ. പിന്നെ കുറച്ച് കളർ ത്രെഡുകളും ഇരിപ്പുണ്ട്. പിന്നുള്ളത് ഗ്ലിറ്റർ ഫോം ഷീറ്റുകളാണ്. ഇതിൽ 3 എണ്ണമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കുറച്ചൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഒരു പാക്കറ്റ് ടിഷ്യൂ പേപ്പർ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ബഡ്സിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്. കുറച്ച് തെർമോക്കോൾ ബാളുകളും ഇരിപ്പുണ്ട്. കുറച്ച് റോൾ പേപ്പർ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സാൻഡ് പേപ്പറും ഉണ്ട്. പിന്നെ കുറച്ച് അലൂമിനിയം ഫോയിൽ ഇരിപ്പുണ്ട്. കാർബൺ പേപ്പറുകളിൽ ഇപ്പം ബ്ലാക്കും യെല്ലോയും ആണ് ഇരിക്കുന്നത്. പിന്നെ കുറച്ച് ഗിഫ്റ്റ് റാപ്പർ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്താണ് വീണ്ടും ഞാൻ ഈ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ തുടങ്ങുന്നത്. അന്ന് തൊട്ട് കളക്ട് ചെയ്താണ് ഇതിൽ ഭൂരിഭാഗമായിട്ടാണ്. പിന്നെ ഇപ്പോൾ ഒരു ബലൂൺ ഇരിപ്പുണ്ട്. ഇത് ഞാൻ വർക്ക് ചെയ്യാനായിട്ട് 2 എണ്ണം വാങ്ങിയതാണ്. 2 വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേങ്ങ് പൊട്ടിപ്പോയി. അതോടുകൂടി ആ വർക്ക് നിർത്തിയത്. കുറച്ച് ഗ്ലൗസുകൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് കുറച്ച് പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതോടനെ അതിനെ പ്രതീക്ഷിക്കാം. പിന്നെ കുറച്ച് ചാർട്ട് പേപ്പർ ഇരിപ്പുണ്ട്. നേരത്തെ ഉപയോഗിച്ചതിൻ്റെ കുറച്ച് ബാലൻസ് ഇരുന്നതാണ്. ഇനി എൻ്റെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാവേ. ഇതാണ് എൻ്റെ കയ്യിലുള്ള ഗ്ലൂ ഗൺ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒന്നാണ്. പിന്നെ ഞാൻ ഈ അധികം ഒന്നും ഉപയോഗിക്കാറില്ല. ഇതിപ്പോൾ ഈ കറണ്ടിലൊക്കെ കുത്തി ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരല്പം മെനക്കെട്ട പരിപാടി ആയതുകൊണ്ട് കഴിവതും ഇതങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പല വലുപ്പത്തിലുള്ള കുറച്ച് സിസേഴ്സ് ഇരിപ്പുണ്ട്. പിന്നെ പലതരം കട്ടിംഗ് ബ്ലേഡുകൾ ഇരിപ്പുണ്ട്.
ഇതുകൂടാതെ ഒരു കത്തിയും ഉണ്ട്. പിന്നെ ഒരു ആക്സോ ബ്ലേഡ് ഉണ്ട്. ഈ ചിരട്ടയുടെ വർക്കൊക്കെ ചെയ്യാൻ ഇത് അത്യാവശ്യം വേണ്ട ഒരു ഐറ്റമാണ്. പിന്നെ സ്കെയില്, പെൻസില്, കോമ്പസ് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് കട്ടർ ഇരിപ്പുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ബോട്ടിൽ കട്ട് ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തത് കാണണേ. പിന്നെ ഒരു പഞ്ചിങ് ടൂൾ കയ്യിലിരിപ്പുണ്ട്. ഇതും വളരെ നേരത്തെ തന്നെ കയ്യിലുണ്ടായിരുന്നേ. പിന്നെ ഒരു സോൾഡറിങ് അയണും കയ്യിലുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ഐറ്റങ്ങൾ. പിന്നെ ഒരു ക്രാഫ്റ്റ് റൂം ടൂർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അധികം താമസിയാതെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുക. ആരും അനാവശ്യമായിട്ടൊക്കെ പുറത്തിറങ്ങാതെ എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക. ഇനി പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.